ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബാർബി ഡോൾ മേക്കിംഗ് ആണ്. ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡോളിനെ ഉണ്ടാക്കാൻ പോകുന്നത്. ന്യൂസ് പേപ്പറും ഫെവിക്കോളുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അത്ര പെർഫെക്ഷനൊന്നും ഉണ്ടാവില്ല, എങ്കിലും കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഡോൾ എങ്ങനെ ഉണ്ടാക്കണേ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ റോൾ ചെയ്തെടുക്കുമ്പോൾ ഒരു സൈഡ് കുറച്ച് വീതി കൂടിയ രീതിയിലും മറ്റേ സൈഡ് വീതി കുറഞ്ഞ രീതിയിലാണ് നമ്മൾ റോൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ 2 എണ്ണമാണ് വേണ്ടത്. അപ്പോൾ ഇത് കാലിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇത് 2 എണ്ണം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ 3ആയിട്ട് ഫോൾഡ് ചെയ്യാണ്, കണ്ടില്ലേ? ഇനി ഇതിൽ നമ്മൾ ഇപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ ആ ന്യൂസ് പേപ്പർ റോൾ ഉണ്ടല്ലോ, അത് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ കാലിൻ്റെ ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് വേറെ 2-3 ന്യൂസ് പേപ്പർ റോളും കൂടി ഉണ്ടാക്കിയെടുക്കണം. ഒന്ന് കഴുത്തിൻ്റെ ഭാഗമാക്കാനായിട്ടും പിന്നെ 2 എണ്ണം കൈയാക്കാനായിട്ടും. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗമാക്കാനുള്ളത് കുറച്ചൊന്ന് വീതി കുറഞ്ഞിട്ട് ഒരു സ്ട്രോയുടെ അത്രയും വീതിയിൽ നമ്മൾ അത്രയും കനത്തിൽ നമ്മൾ ചുരുട്ടിയെടുത്താൽ മതി കേട്ടോ. അങ്ങനെ അതും കൂടി ഞാനിവിടെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ ഒരു ഡോളിൻ്റെ ഈ 2 സൈഡ് നമ്മളിങ്ങനെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് അതിൻ്റെ കഴുത്തും കൈയും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കണം കേട്ടോ. ഉണങ്ങാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം, പറഞ്ഞു പോരാനായിട്ട് പാടില്ല. അപ്പോൾ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചാൽ നന്നായിട്ട് ഒട്ടും, പറഞ്ഞു പോരുന്നില്ല, പക്ഷേ കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അങ്ങനെ അതെല്ലാം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഒരു ഷേപ്പ് കിട്ടാനായിട്ട് കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ റോൾ ചെയ്തെടുത്തും പിന്നെ മടക്കിയെടുത്തും നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. അതെല്ലാം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അടുത്ത് നമ്മുടെ ഡോളിൻ്റെ തലഭാഗം ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ ഒരു ചെറിയൊരു ബോൾ പോലെ എടുത്തിട്ടുണ്ട്. അത് വേറെ പീസ് ഓഫ് പേപ്പറിൽ വെച്ചിട്ട് തലയുടെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ചുരുട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ പാവയ്ക്ക് അനുയോജ്യമായ രീതിയിൽ അത്രയും വലുപ്പത്തിൽ ഏകദേശം ആ തലയുടെ ഷേപ്പിലൊന്ന് നമ്മൾ ചുരുട്ടിയെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മാസ്കിംഗ് ടേപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ചുരുട്ടി കൊടുക്കാം. സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഡോളിൻ്റെ തലഭാഗം ഒന്ന് ശരിയാക്കി എടുക്കാം. ഇനി നമുക്കിത് ഇവിടെ ഒട്ടിക്കാം. അപ്പോൾ ഇത് ഒട്ടിക്കണ നേരത്ത് നിങ്ങൾക്ക് കഴുത്തിൻ്റെ ആ ഒരു ഭാഗം നീളം കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ ഫേസ് വരുന്ന ഭാഗത്തിൽ കുറച്ചൊന്ന് നല്ല മിനുസായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, നല്ല സോഫ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ ഒട്ടിക്കുകയാണ്.
ഇനി നമുക്കിതിൻ്റെ മൂക്കും ചെവിയും കൂടി ഒട്ടിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ന്യൂസ് പേപ്പർ തന്നെ ആ ഒരു ഷേപ്പിലൊന്ന് ചുരുട്ടിയെടുക്കുക, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെവിയും അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്കിൻ കളറാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ സ്കിൻ കളർ ഇല്ലെങ്കിൽ നിങ്ങൾ കളർ മിക്സ് ചെയ്ത് സ്കിൻ കളർ നമുക്ക് ഉണ്ടാക്കാം. ബ്രൗൺ കളർ എടുത്തിട്ട് അതിൽ കുറച്ച് വൈറ്റ് കളർ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സ്കിൻ കളർ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ബാക്ക് സൈഡിൽ നമ്മൾ ബ്ലാക്കോ അല്ലെങ്കിൽ ബ്രൗണോ കൊടുക്കാം. പെയിൻറ്റ് ചെയ്തെല്ലാം ഉണങ്ങിയതിന് ശേഷം നമുക്ക് പാവയുടെ കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് മാർക്കേഴ്സോ സ്കെച്ച് പെന്നോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള പെന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. എന്നാലാണ് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വരച്ചു കൊടുത്തത് അത്ര ഭംഗിയൊന്നും ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുട്ടികൾക്ക് കളിക്കാനല്ലേ, അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഹെയർ ഉണ്ടാക്കണം. ഹെയർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ സിൽക്ക് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഒരു ബ്രൗൺ കളറാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ത്രെഡ് ഉണ്ടെങ്കിൽ അതെടുക്കാം. സാധാരണ നമ്മുടെ ത്രെഡ് ഉണ്ടാവുമല്ലോ അതെടുക്കാം, അല്ലെങ്കിൽ എംബ്രോയിഡറി ത്രെഡ് ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെയാണ് ഒരു ടെസലൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ. അപ്പോൾ അതേപോലെയാണ് നമ്മൾ ഇതിൻ്റെ ഹെയർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ കുറച്ചിങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഫെവിക്കോൾ വെച്ച് തന്നെയാണ് നമ്മൾ ഒട്ടിക്കുന്നത്. എല്ലാം ആ ഒരു ഷേപ്പിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ലെങ്ത്തിലുള്ള ഹെയർ വേണമെങ്കിൽ ഇത് കുറച്ചും കൂടി ലെങ്ത്തിൽ എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഹെയർ എല്ലാം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡോളിൻ്റെ ഡ്രസ്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ പഴയ എന്തെങ്കിലും തുണിയുടെ പീസ് ഉണ്ടെങ്കിൽ എടുക്കുക. ഞാനിപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൈയുടെ ഭാഗം ആക്കാനായിട്ട് ഞാൻ പേപ്പറിൽ നിന്ന് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്, എന്നിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനി ഡോളിന് ഒരു ഷൂ വേണം. അപ്പോൾ ഈ കാൽഭാഗം ലെങ്ത് കൂടുതലുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അതൊന്ന് മടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് വീഡിയോ എടുത്ത് കഴിയാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ ഗൺ യൂസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഫോം ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് ഷൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷൂ ഉണ്ടാക്കാൻ നിങ്ങളുടെ കയ്യിൽ ഫോം ഷീറ്റ് ഇല്ലെങ്കിൽ കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്താൽ മതി. എന്നിട്ട് പെയിൻറ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് ഓർണമെൻറ്റ്സും കൂടി കൊടുക്കാം. മാലയും കമ്മലും ഹെയർ ബാൻഡൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എൻ്റെ കയ്യിൽ പഴയ ഡ്രസ്സുമ്മ ഉണ്ടായിരുന്നൊരു ബോൾ ചെയിൻ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഇപ്പോൾ ഡ്രസ്സുമ്മ വെച്ചിട്ടുള്ള ബീഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ മാലയും കമ്മലും ഒക്കെ ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാർബി ഡോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എനിക്കറിയാം അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്ഷനൊന്നും ആയിട്ടില്ല, പക്ഷേ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ആ ഒരു പെയിൻറ്റ് മാത്രമാണ് നമുക്ക് പെട്ടെന്ന് കിട്ടാത്തൊരു സാധനം. അതിപ്പോൾ സ്കിൻ കളർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രൗണും വൈറ്റും കൂടി മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.